എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മാടായിപ്പാറയിലാണ്. മാടായിപ്പാറയിൽ ഇപ്പം നമുക്ക് കണ്ടാലറിയാം കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ഇഷ്ടം പോലെ കാക്കപ്പൂ ഉണ്ട്. അതുപോലെ നമ്മുടെ അടിപൊളി ലൊക്കേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ മാടായിപ്പാറയിൽ ഇന്ന് ഉത്സവമാണ്. കർക്കിടം 16 ഇന്ന് മാരിത്തെയ്യം. അപ്പൊ മാരിത്തെയ്യം ഷൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മാരിത്തെയ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് എത്രമാത്രം എടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. ഭയങ്കര ജനങ്ങൾ, ഇത്രയും മഴയായിട്ടും ഭയങ്കര ജനങ്ങളായിരുന്നു. അപ്പൊ ഒരാൾ ഒരു കൊടി എടുക്കുമ്പോൾ അടുത്ത ആള് കൊടിയും കൊണ്ടുവന്നിട്ട് മൊത്തം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മഴക്കെടുതികളിൽ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കെയറായിട്ട് നിൽക്കുക. പിന്നെ കുന്നിൻ പുറത്തും കുന്നിൻ ചെരുവിലും താമസിക്കുന്ന ആളാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ എല്ലാവരും മഴ അതുപോലെ പുഴയിലേക്ക് പോകുന്നതും ഒക്കെ വളരെയധികം സൂക്ഷിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളും ഇതേമാതിരി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഓരോ വിഷമഘട്ടത്തിലും നമ്മൾ ഇതേപോലെ തന്നെ ഭയങ്കര നമ്മളെയും മനസ്സ് വല്ലാത്താവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. അപ്പൊ മാടായിപ്പാറയിലെ കാക്കപ്പൂവാണ് ഈ കാണുന്നത്. ഇത് എത്രമാത്രം എൻ്റെ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും കാക്കപ്പൂവാണിത്. അപ്പോൾ നമുക്ക് ആ തെയ്യത്തിന്റെ വീഡിയോ കാണാം. മാരിത്തെയ്യം എന്ന് പറയുമ്പം ശരിക്കും മഴക്കാല അസുഖങ്ങൾ മാറ്റും എന്നുള്ളതാണ് മാരിത്തെയ്യത്തിന്റെ ഒരു ഇത് ഐതിഹ്യം. ഐതിഹ്യത്തെ പറ്റി കുറച്ച് ഇതിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് കേൾക്കാം. ഓക്കെ, ആ വീഡിയോ ഒന്ന് കാണാം അല്ലേ. മാടായിപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ കാറിൻ്റെ അകത്തായതുകൊണ്ട് അങ്ങനെ ആ കാഴ്ച കാണിക്കാൻ പറ്റിയില്ല. നമുക്കിനി മാടായിപ്പാറയിലെത്തിയിട്ട് കാണാം. ഇത്രയും വലിയ മഴയ്ക്ക് ഇത്രയും ജനങ്ങളെ കണ്ടോ. ഇതിപ്പോ നിൽക്കുന്നത് മാടായിക്കാവിലെ മാരിത്തെയ്യം കാണാനാണ്. കർക്കിടക മാസത്തെ മാരിത്തെയ്യം. ഇന്ന് കർക്കിടം 16 അല്ലേ? 16 നാളും കോളുമാണ്. അപ്പോൾ മാരിത്തെയ്യത്തെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.
പിന്നെ താങ്കൾ
എൻ്റെ പേര് ബാബുരാജ്. ബാബുരാജ് അല്ലേ? ഇവിടെ എന്തായിട്ടാണ് ഈ മാടായിക്കാവിൽ അത് നമ്മളെ മുൻകുരുക്ക നമ്മളെ മരിച്ചുപോയ കെ കുമാരൻ കുരുക്കളെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ മാരിത്തെയ്യം സിനിമാക്കളെ പോകുന്നത്. അപ്പോൾ കുമാരേട്ടൻ പിന്നെ അവസാന ഘട്ടത്തിൽ പറഞ്ഞത് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കത് പകർന്നു തന്നിട്ടുണ്ട്. അതായത് മാടായിക്കാവിൽ തെയ്യം സിനിമാക്കളിൽ കുമാരേട്ടൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വഴിയാതാരാകാൻ പാടില്ല എന്ന് പ്രത്യേക ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം മരണശൈലി കിടക്കുമ്പോൾ പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോൾ. അപ്പോൾ അത് ഒരു മരിക്കുന്നതിന് മുന്നേ ഈ വർഷം പരിപാടി ഇനി ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഈ വർഷം ഈ പരിപാടി ഏറ്റെടുത്തത്. ഇത് പിന്നെ മാടായിക്കാവിൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ അല്ലേ? വേറെ നമ്മൾ ഈ മാടായിക്കാവിൽ മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇത് പോകുന്നുണ്ട്. അതായത് ഇതിപ്പം ക്ഷേത്രമായിട്ട് ബന്ധമില്ലാത്തൊരു പരിപാടിയാണ് ഈ മാരിത്തെയ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വേദികളിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നമ്മൾ ഈ പരിപാടി ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇങ്ങോട്ട് മംഗലാപുരം ഭാഗത്ത് പോകും. അതുകൂടാതെ ഈ പരിസര പ്രദേശങ്ങളിൽ ഏതെങ്കിലും കാവുകളിലില്ല ഇല്ല. മാടായിക്കാവിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് മറ്റ് ഇതുമായിട്ട് ബന്ധങ്ങളില്ല. അതായത് പിന്നെ അങ്ങനെ ചെയ്യാൻ ക്ഷേത്രമായിട്ടില്ല ബന്ധമില്ല. ഈ തെയ്യം മാടായിക്കാവിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി.
അതുപോലെ തന്നെ ഇതിന്റെ ഈ തെയ്യത്തിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരാൻ പറ്റും നമുക്ക്? അതായത് ഈ തെയ്യം നമ്മൾ ഈ മാരി തെയ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മേലാളന്മാർക്ക് ആദിയും വ്യാധിയും ഇല്ലാതെ വരാതിരിക്കാൻ വേണ്ടി. അതായത് കർക്കിടക മാസം 16-ാം തീയതിയാണ് നമ്മൾ ഈ തെയ്യം ചെയ്യുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ അങ്ങനെയാണ് അവർക്ക് ആദിയും വ്യാധിയും വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടും ആർക്കും ഇത് ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മളെ പുലയ സമുദായത്തിൽപ്പെട്ട തെക്കഞ്ചേരി പൊള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ നേതൃത്വത്തിൽ മാരിത്തെയ്യം കെട്ടി ഇത്രയും കോലങ്ങൾ കെട്ടി പൊള്ളയെ പറയുന്ന പോലെ പറയുകയും അപ്പോൾ അവർ ആടിപ്പാടി വയ്ക്കണം എന്ന് പറയും. ഈ പാട്ട് പാടുകയും ആടുകയും ചെയ്യണം ഓരോ വീട്ടിൽ പോയിട്ടെന്ന് പറയുന്നു. അങ്ങനെ ആടിപ്പാടിയാൽ ഈ ആദിയും ബാധിയും ഒഴിയും. മറ്റാർക്കും ഇതിന് കഴിയില്ല. ഒരുപാട് ആൾക്കാരെ വെച്ച് നോക്കുന്നു. മലയം പണിക്കർ, മറ്റേ ചാലയിൽ വണ്ണം, ഇവരാർക്കും ഇതൊഴിക്കാൻ പറ്റില്ല. തെക്കഞ്ചേരി പൊള്ള അതാണ് അവർക്കാണ് ഇതിൻ്റെ അവകാശം. ഈ തെയ്യം അവരതാ കൊട പിടിച്ച് നിൽക്കുന്ന അവരെ പിന്നിലാണ് നമ്മൾ തോറ്റമ്പാട്ട് തെയ്യം. അപ്പൊ ഈ ആദ്യം വ്യാധിയും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അറിയണമെന്നില്ല, ഇന്നത്തെ തലമുറക്ക് അറിയണമെന്നില്ല. പണ്ട് കാലങ്ങളിൽ നമുക്ക് വരുന്ന ഈ പിന്നെ പനി, ഒരുപാട് പിന്നെ മാറാവ്യാധികളുണ്ട്. പകർച്ച, ഈ സൂര്യ മറ്റിൽ അങ്ങനെ രോഗങ്ങളുണ്ട്. നമ്മളെ ശരീരത്തിൽ ബാധിച്ചാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചതിന് പോകും. അപ്പോൾ അത്തരത്തിലുള്ള മാറാത്ത രോഗങ്ങൾ നമ്മൾ ഈ മാരിത്തെയ്യം കെട്ടി പാടിക്കഴിഞ്ഞാൽ അത് ഒഴിപാടാകും, അവരുടെ ശരീരത്തിൽ നിന്ന് പോകും എന്നാണ് വിശ്വാസം. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഇത് കെട്ടിയാടുന്നത്. ഇതിപ്പോൾ ഈ തെയ്യം കെട്ടിയാടിക്കുന്നത് അത് അവർക്കും കെട്ടുന്ന നമ്മൾക്കും ഇത് നല്ല തന്നെയാണ്. നമ്മളെ ചില വീടുകൾ നമ്മളും പാടലുണ്ട്, നമ്മളെ വീടുകളിൽ ഒഴിപ്പിക്കലുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. ഈ തെയ്യത്തിൻ്റെ വേറെ പ്രത്യേകിച്ച് ഈ തെയ്യം കെട്ടി നമ്മൾ ഇന്നിപ്പം വൈകുന്നേരം ഇതിനെ ഒഴിപ്പിച്ച് ഇതിൻ്റെ കേടുപാടുകൾ ഇന്ന് തന്നെ തീർക്കും. ഇന്ന് കെട്ടി തെയ്യം നാളത്തേക്കില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ പുഴയിൽ ഒഴുക്കിയിട്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് ഈ പുഴയിൽ ഒഴുക്കാന്ന് ഈ തെയ്യങ്ങൾ പുഴയിൽ നിന്ന് നമ്മൾ ഇത് പിന്നെ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ തെയ്യെല്ലാം ലാസ്റ്റിൽ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ വരുന്നത്. തെയ്യെല്ലാം അവിടെ ഓരോ തെയ്യത്തിനും ഒറ്റക്കൊറ്റക്കാണ് ഒഴിക്കുക. ആടി അപ്പോൾ അത് അവരവിടെ വീഴും. ഇപ്പോൾ കടലുണ്ടെങ്കിൽ കടലിൽ വീഴാം. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം കടലില്ല, പുഴയാണ്. അപ്പോൾ പുഴേൻ്റെ അരികിൽ വെച്ച് നമ്മൾ തെയ്യത്തിന് ഒഴിക്കുക. അതിനുശേഷം ഈ 5 തെയ്യങ്ങളായിരിക്കും. ഇല്ലില്ല, ഇതിന് നാളത്തേക്ക് വെക്കാൻ പറ്റില്ല. ഈ ചെയ്ത കർമ്മം ഇന്ന് തീരണം. ഇന്ന് രാവിലെ നമ്മൾ 9 മണിക്ക് തുടങ്ങി, ഇന്ന് വൈകുന്നേരം രാത്രി ആകുമ്പോൾ തീരണം. നാളത്തേക്ക് ഈ ഒരു പരിപാടിയില്ല. അത് നമ്മൾക്കും ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഈ ആടിവേടം എന്ന് പറഞ്ഞാൽ അത് ഒരു മാസം കർക്കടം തീരുന്നവരുണ്ടാവും. അതുണ്ട്. നമ്മളിതിപ്പം തെയ്യം നിങ്ങൾ വെച്ച് നാളെ തെയ്യമുണ്ട്. നാളെ മാടായിക്കാവിൽ ഇവിടെ കഴിഞ്ഞാൽ നാളെ മാട്ടൂർ 2 ഭാഗത്തായിട്ട് തെയ്യം പോകുന്നു. ഇതേ തെയ്യം തന്നെയാണ്. പിന്നെ 28-ാം തീയതി ഇത് ഒഴിപ്പി ലാസ്റ്റ് മാടായി അങ്ങ് പിന്നെ ഈ മാട്ടൂർ കടപ്പുറത്ത് പിന്നെ കർക്കിടകം 28 ഈ തെയ്യം അന്ന്. അതിന് ശേഷം പിന്നെ ഈ മായത്തെയ്യം ഇല്ല. പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അടുത്ത ഇത് ഇങ്ങനെ ഔദ്യോഗികമായിട്ട് കെട്ടുന്നത് പിന്നെ അടുത്ത വർഷമായി വേദികളിൽ പോകുന്നത് വേറെ. പിന്നെ നമ്മൾ അടുത്ത വർഷം കർക്കിടകം 16 വരണം. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും വിലയേറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ നമ്മളെ ഭാഗത്തു നിന്ന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
കാണാൻ വേണ്ടി ഇന്ന് ഭഗവാനെ കാണണ്ടേ ഇത് എന്നെ എന്തരീക്കാത്ത പോയി ഒന്ന് 17 കാണാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും മാടായിപ്പാറയിൽ നിന്ന് ടാറ്റ, ബൈ ബൈ.